വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഒരു അടിപൊളി പാനിപൂരി റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഇതൊരു സ്ട്രീറ്റ് ഫുഡാണ്, പക്ഷെ നമുക്ക് പൊതുവേ ചില ഫെസ്റ്റിവൽസിനും കാര്യങ്ങൾക്കൊക്കെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ കോഫി ഷോപ്പിലെ ഒരു പ്രധാന മെനുവും കൂടിയാണിത്. നമുക്ക് വീട്ടിലെ ചേരുവകൾ വെച്ച് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ഒരു ഒതൻറ്റിക് വേലൊന്നല്ല ഇത് ഉണ്ടാക്കുന്നത്, പക്ഷേ ടേസ്റ്റ് സെയിം തന്നെയാണ് കേട്ടോ. ആദ്യം നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഒരു കപ്പ് റവ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ, 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് സ്പൂണ് വെച്ച് നല്ലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനുശേഷം ആവശ്യാനുസരണം വെള്ളമൊഴിച്ച് നല്ലൊരു മാവാക്കി എടുക്കാം. അത്യാവശ്യം നല്ലതിൽ തന്നെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. കാരണം നമ്മളിത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് റവ ആയതുകൊണ്ട് തന്നെ വേഗത്തിൽ വെള്ളം അബ്സോർബ് ചെയ്തെടുക്കും. പിന്നീട് നമ്മൾ മാവ് നോക്കുമ്പോൾ നല്ലൊരു ഡ്രൈ ആയിരിക്കും. അതുകൊണ്ടാണ് കൂടുതൽ വെള്ളം ഒഴിച്ച് നല്ല നനവോട് കൂടി തന്നെ കുഴച്ചെടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്കിത് അരമണിക്കൂറത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേക്കും നമുക്ക് മറ്റുള്ള പരിപാടികളൊക്കെ തുടങ്ങാം. ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്പൈസി ചട്നിയാണ്. അതിനു വേണ്ടി മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് അതിലേക്ക് 2 വലിയ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി, ഒരു കൈപ്പിടി മല്ലിയില, അതുപോലെ ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരും കൂടി ചേർത്ത് കൊടുക്കാം. കുരു മാറ്റണേ. ഇനി ഇതൊന്ന് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. ഇനി ഒരു അരിപ്പ വെച്ച് നമുക്കൊന്നിതൊന്ന് അരിച്ചെടുക്കാം. പുളിയും മധുരമൊക്കെ ബാലൻസ് ചെയ്യുന്നതിനായിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് ഒരു പൊട്ടാറ്റോ മസാല ഉണ്ടാക്കി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില, ഒരു പച്ചമുളക്, ഒരു മീഡിയം സൈസ് പൊട്ടാറ്റോ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഓയിൽ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ് ഇവ ചേർത്ത് നല്ലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് ഉണ്ടാക്കേണ്ടത് ഒരു സ്വീറ്റ് ചട്നിയാണ്. അതിനു വേണ്ടി നേരത്തെ സോക്ക് ചെയ്ത പുളി ഒന്ന് നമുക്ക് അരിപ്പയിൽ വെച്ച് അരിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് നല്ലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി കട്ടപിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്, അതുകൊണ്ട് നല്ലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബോണ്ടി ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ കടലമാവ്, അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് നല്ലൊരു ബാറ്റർ ആക്കി എടുക്കാം. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ടത്. നമ്മൾ എല്ലാം തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൂരികളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ആദ്യം ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക.
ഞാൻ മാവ് 2 ഭാഗമാക്കിയിട്ടുള്ളത്. അതിലൊരു ഭാഗം എടുത്ത് നമുക്ക് പരത്തിയെടുക്കാം. നൈസായിട്ടും പരത്തരുത്, അതുപോലെ തന്നെ തടിയോട് കൂടിയും പരത്തരുത്. നൈസായി നമ്മൾ പരത്തി കഴിഞ്ഞാൽ നമ്മുടെ പൂരി പൊങ്ങി വരില്ല. അതുപോലെ തന്നെ നമ്മൾ തടിയോട് കൂടി പരട്ടിയാൽ നമ്മുടെ പൂരി ക്രിസ്പി ആവുകയും ചെയ്യില്ല. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. പൂരി ഫ്രൈ ചെയ്യുന്ന സമയത്ത് ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ പാനിപ്പൂരി പെർഫെക്റ്റ് ആയി വരികയുള്ളൂ. നമുക്ക് പൂരികളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി ഓയിൽ നല്ല ചൂടായതിന് ശേഷം നമുക്ക് പൂരികൾ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പൂരി ഒന്ന് വീർത്ത് വന്നതിന് ശേഷം നമുക്ക് തീ കുറച്ച് വെച്ച് ഒന്ന് ക്രിസ്പി ആക്കി എടുക്കാം. പൂരി കരിയാതെ ശ്രദ്ധിക്കണം. ഇനി അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട് ബൂന്തിയാണ് ഉണ്ടാക്കുന്നത്. അതിനൊരു അരിപ്പക്കയിൽ വെച്ച് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ തീ ഇത്തിരി ഓവറായിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ കളർ ഇത്തിരി ഡാർക്കായത്. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് 1 കപ്പ് വെള്ളം ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് സ്പൈസി ചട്നിയും സ്വീറ്റ് ചട്നിയും രണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ സ്പൈസി ചട്നി കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ, കാരണം കുട്ടികൾക്ക് കഴിക്കേണ്ടതായതുകൊണ്ടാണ്. നിങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് രണ്ടും കൂടി ഒരുമിച്ച് ആഡ് ചെയ്യുക. അതിലേക്ക് ഈ ബൂന്തിയും കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ പാനിപൂരിയുടെ പാനി ഇവിടെ റെഡിയായി. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് പൂരിയിലേക്കുള്ള ഫില്ല് ചെയ്ത് കൊടുക്കാം. ആദ്യം പൂരിയുടെ മുകൾ ഭാഗം ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് ആദ്യം ഉരുളക്കിഴങ്ങ് മസാല ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഓമപ്പൊടിയാണ് ഞാനവിടെ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ പൊട്ടാറ്റോ മസാല ഉണ്ടാക്കുന്നില്ലെങ്കിലും ഈ ഓമപ്പൊടി മാത്രം ചേർത്ത് ഈ പാനിലിട്ട് കഴിച്ചാൽ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ നമ്മളിപ്പോൾ പൊട്ടിക്കുന്ന സമയത്ത് നല്ലൊരു ക്രിസ്പി ആയിരിക്കണം. ഇതുപോലെ ക്രിസ്പി ആയിട്ട് നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ പാനിപൂരി ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്നാൽ മാത്രമേ എനിക്ക് തിരുത്താൻ പറ്റുമോക്കട്ടെ.